എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അതിപ്പം പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണം നോക്കിയാലും അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടുന്ന സാലറി ബേസ് വെച്ച് നോക്കിയാലും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ പോകുന്ന ഒരു കോഴ്സാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു നമ്മുടെ ചുറ്റിനുള്ള ചിലപ്പോൾ നമ്മുടെ ഒരു നെയ്ബർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേറ്റീവ് ആയിരിക്കും, നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരിക്കും, എന്തായാലും ഒരു ഫാമിലിയിൽ ഒരു നേഴ്സ് പഠിച്ചതിന് ശേഷം യൂറോപ്യൻ കൺട്രിയിലോ GCCയിലോ അല്ലെങ്കിൽ UK അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നല്ല സാലറി വാങ്ങിയിട്ട് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് കാണുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇതിലേക്കൊരു എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ആഫ്റ്റർ ഒരു കോഴ്സിന് ശേഷം കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ 4 വർഷം നഴ്സിംഗ് കോഴ്സ് ചെയ്തു, അപ്പോൾ അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കണ്ടെത്തി, പിന്നെ 4 വർഷം പഠിച്ചു, അതിനുശേഷം ഒരു പീരീഡ് ഉണ്ടല്ലോ, അതായത് നാട്ടിൽ ഒരു 2 ഇയർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ടൈമോ അല്ലെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യാൻ കയറുന്ന ടൈമോ, ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം സാലറി കുറവായിരിക്കും, പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ നന്നായിട്ട് സാലറി കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം ചിലപ്പോൾ ലോൺ എടുത്ത് പഠിച്ചവരായിരിക്കും. സോ അവർക്ക് വീട്ടിലെ ചിലവും ഈ പറയുന്ന ലോണിൻ്റെ തിരിച്ചടവും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിനിടയിൽ കൂടെ വേറൊരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ വേണം. ചിലപ്പോൾ അതിന് എക്സാംസ് വേണമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജർമ്മനി പോലുള്ള കൺട്രിയിലേക്കാണെങ്കിൽ ലാംഗ്വേജ് പഠിക്കണമായിരിക്കും, US കാനഡയൊക്കെ പോലുള്ള കൺട്രിയിലാണെങ്കിൽ IELTS അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കടമ്പകൾ കിടക്കും. അല്ലെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ GCC കൺട്രി ആണെങ്കിൽ ലൈസൻസിങ് എക്സാം പാസ്സാവണം. അങ്ങനെ കുറേ കടമ്പകളായിരിക്കും ഇവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കടമ്പകളൊന്നും ഇല്ലാണ്ട്, അതായത് 4 വർഷം കോഴ്സ് നാട്ടിൽ പഠിച്ചു, പിന്നെ അതിനുശേഷം 2-3 വർഷം നമ്മൾ കുറേ സ്ട്രഗ്ലിംഗ് പീരീഡിൽ നിൽക്കുന്നു, പിന്നീട് ഒരു രാജ്യത്ത് എത്തിപ്പെടുന്നതല്ലാണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ജർമ്മനി പോലെയുള്ള രാജ്യത്ത് ഒരു ഫ്രഷർ ആയിരത്തിയെ തന്നെ നല്ല ഹൈ സാലറി പാക്കേജിൽ പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്ന ആ ഓപ്ഷൻ ഏതാണെന്ന് അറിയോ? ഇറ്റ്സ് നഴ്സിംഗ് ഇൻ അസർബൈജാൻ. ഇതൊരു 3 ഇയർ കോഴ്സാണ്. ഫസ്റ്റ് നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോളേജ് എവിടെയാണെന്ന് നോക്കാം. ഇത് അസർബൈജാൻ്റെ തന്നെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബാക്കുവിലാണ് കോളേജ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇതൊരു 3 ഇയർ കോഴ്സാണ്. മറ്റുള്ള യൂറോപ്യൻ കൺട്രി, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജർമ്മനി, ന്യൂസിലൻഡ് ഒക്കെ പോലെയുള്ള യൂറോപ്യൻ കൺട്രിയിലുള്ള പോലെ തന്നെ ഇതും ഒരു 3 ഇയർ കോഴ്സാണ്. ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന് അണ്ടറിൽ വരുന്ന കോളേജാണ്. പിന്നെ ഇതൊരു 85 ഇയേഴ്സ് പ്ലസ് പഴക്കമുള്ള നഴ്സിംഗ് കോളേജാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഇയേഴ്സ് അവർ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആണെന്നുള്ളത്. ഇനി നമുക്ക് ഇതിന് ശേഷം നമുക്ക് നേരെ എഡ്യൂക്കേഷൻ വൈസ്, അതായത് നമുക്ക് സിലബസ് വൈസ് കാര്യങ്ങളൊക്കെ നോക്കാം. മെയിനായിട്ടും ഇതൊരു തിയറി പ്ലസ് പ്രാക്ടിക്കൽസ് പ്ലസ് ക്ലിനിക്കൽ പോസ്റ്റിംഗ്, ആ ഒരു രീതിയിൽ പോകുന്നൊരു സിലബസ് ആണ്. അവിടെ നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇതേ ഒരു ഫോമാറ്റ് ആണല്ലോ ഫോളോ ചെയ്യുന്നത്. പിന്നെ അവിടെ എന്ന് പറയുമ്പം കുറച്ചും കൂടി ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ വിസിറ്റ് ചെയ്തപ്പോഴാണെങ്കിൽ നമുക്ക് തോന്നിയത് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടാണ്. ഇനി നമ്മൾ ക്ലിനിക്കൽ അവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫസ്റ്റ് ഇയർ തൊട്ടേ ക്ലിനിക്കൽ പോസ്റ്റിങ്സ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എവിടെയാണ് ക്ലിനിക്കൽ പോസ്റ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ തന്നെ അണ്ടറിലുള്ള 22 ഹോസ്പിറ്റൽസിലാണ് കുട്ടികൾക്ക് ക്ലിനിക്കൽ പോസ്റ്റിങ്സ് വരുന്നത്. ക്ലിനിക്കൽ പോസ്റ്റിങ്സ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇയർ തൊട്ടേ തുടങ്ങും. പിന്നെ നമുക്കവിടെ വിസിറ്റ് ചെയ്തപ്പം ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രാക്ടിക്കൽ നോളജാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുപാട് കോളേജുകൾ കയറി നമ്മൾ കണ്ടിട്ടുണ്ട്, ലാബുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ബേസ്ഡ് ആണ്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ തിയറി പഠിക്കുക അങ്ങനെ ഒരു കാര്യമല്ലേ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ, കാരണം അത് അവിടുത്തെ ഓരോ പ്രാക്ടിക്കൽ സെക്ഷൻസിൻ്റെ ഓരോ ലാബുകളിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ചൈൽഡ് ബർത്തിൻ്റെ സിമുലേറ്റർ അവിടുത്തെ നഴ്സിംഗ് കോളേജിലുണ്ട്. അതെങ്ങനെയാണ് ഒരു ചൈൽഡ് ബർത്ത് ആവുന്നത് എന്നൊക്കെ ഉള്ള അതേപോലെ കാണിക്കാൻ പറ്റുന്ന ഒരു സിമുലേറ്റർ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവിടുത്തെ ലാബുകളിൽ, അതും വെൽ എക്യുപ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് കുറച്ചും കൂടി നമുക്ക് ഈ ലാബ് വൈസ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുട്ടി വൺസ് പഠിച്ച് കഴിഞ്ഞിറങ്ങി വരുമ്പം ആ കുട്ടി കുറച്ചും കൂടി പ്രാക്ടിക്കലി നോളജ് ഉള്ള ആളായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിലേക്ക് പോകുമ്പോൾ അവർ ഒരിക്കലും പ്രാക്ടിക്കൽ നോളജ് ഇല്ലാതിരിക്കില്ല. പിന്നെ എക്സാം പാറ്റേൺ വരുന്നത് സെം വൈസ് ആണ്. എക്സാം പാറ്റേൺ വരുന്നത് നമ്മുടെ നാട്ടിലപ്പോൾ ഇയർലി ആണ്, പക്ഷേങ്കിൽ അവിടെ സെം വൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇനി നമ്മൾ ആഡ് ഓൺ നോക്കിക്കഴിഞ്ഞാൽ, ആഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ ജർമ്മനി പോലെയുള്ള കൺട്രിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗേറ്റ് വേ ആണെന്ന്. അതിൻ്റെ ഒരു ആഡ് ഓൺ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് കോഴ്സിനോടൊപ്പം തന്നെ 3 വർഷവും ഒരു ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കിട്ടുന്നുണ്ട്.
അതായത് അവിടുത്തെ തന്നെ, അതായത് അസർബൈജാൻ സ്റ്റേറ്റ് ലാംഗ്വേജ് അക്കാഡമിയിൽ നിന്ന് തന്നെയുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് കോച്ചിങ്ങും കാര്യങ്ങളും തരുന്നത്. സോ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ A1 A2, സെക്കൻഡ് ഇയറിൽ B1, തേർഡ് ഇയറിൽ B2. സോ തേർഡ് ഇയർ ആകുമ്പോഴേക്കും നിങ്ങൾ B2 മൊഡ്യൂൾ വരെ കംപ്ലീറ്റ് ചെയ്ത ഒരു ജർമ്മൻ ലാംഗ്വേജ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ നഴ്സിംഗ് ഡിഗ്രിയും കംപ്ലീറ്റ് ആക്കുവാണ്. സോ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺസ് നിങ്ങൾ തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്കൊരു ജർമ്മൻ ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു ഓഫർ ലെറ്ററുമായിട്ട്, അതായത് ജോലിക്കുള്ള ഒരു ഓഫർ ലെറ്ററുമായിട്ടായിരിക്കും നിങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ജർമ്മൻ കൺട്രി വേണ്ട, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും GCC പോലെയുള്ള കൺട്രി അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രി ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സാം പ്രാക്ടീസും നിങ്ങൾക്ക് അവിടുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ IELTS OET പോലുള്ള എക്സാംസിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈനൽ ഇയറോടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമ്മൾ ഹോസ്റ്റൽ ഫെസിലിറ്റി നോക്കാം. ഹോസ്റ്റൽ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇന്ത്യൻ ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും, ഇന്ത്യൻ മെസ് ഫെസിലിറ്റിയും അവൈലബിൾ ആയിരിക്കും. അതായത് മോസ്റ്റ്ലി മലയാളി കുട്ടികളായിരിക്കും. ഫുഡ് ആണെങ്കിലും നമുക്ക് പ്രയോറിറ്റി ടൈപ്പ് ഓഫ് ഫുഡായിരിക്കും, സൗത്ത് ഇന്ത്യൻ മെസ് ഫെസിലിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇനി നമ്മൾ ബഡ്ജറ്റാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്. അതായത് ഈ ഒരു കോഴ്സിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത്. അവിടുത്തെ 3 വർഷത്തെ കോഴ്സ് ഫീസ്, അതേപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് വരുന്നത് 11,20,000 രൂപയാണ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഒരു ഡീസൻറ്റ് കോളേജിൽ പഠിക്കുന്നതിൻ്റെ തുക മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വൺസ് ആഫ്റ്റർ ദ കോഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എമൗണ്ടിലുള്ള സാലറിയിൽ എത്രയും വേഗം പ്ലേസ്ഡ് ആകാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ 18 വയസ്സിന് ശേഷം ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ പഠിച്ച് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കും. പ്രത്യേകിച്ച് ലൈഫിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് സെറ്റിൽ ആവണം എന്ന് തീരുമാനിച്ച് വെച്ചേക്കുന്ന കുറച്ച് പേരൊക്കെ കാണുമല്ലോ. അപ്പോൾ അവർക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നഴ്സിംഗ് ഇൻ അസർബൈജാൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ എത്രയും വേഗം അഡ്മിഷൻ പ്രൊസീജിയറിനായിട്ടും ബാക്കിയുള്ള ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.